അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ ഒന്നാം ദിവസത്തെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റമളാനിനെ ഒരിക്കലും നമ്മൾ ഒരു സമയവും നഷ്ടപ്പെടുത്തരുത്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓരോ നന്മകൾക്കും ഇരട്ടിയായി 70 അതിനപ്പുറവും നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന സമയങ്ങളാണ് റമളാനിലെ ഓരോരോ സെക്കൻഡുകളും. അള്ളാഹു ധന്യമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റബ്ബേ, ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ. ഈ റമളാൻ കഴിയുമ്പോഴേക്കും ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെട്ട ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞ് ഏത് രൂപത്തിലാണോ ഒരു തെറ്റുമുണ്ടാവൂല, ആ രൂപത്തിലേക്ക് ഞങ്ങളെ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണേ അല്ലാ. ഈമാൻ പൂർണ്ണമാക്കണേ. ഇബാദത്ത് കൊണ്ട് ഈ റമളാനിനെ സജീവമാക്കാൻ, ധന്യമാക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുറാദുകളും പറഞ്ഞിട്ട് ഉസ്താദേ ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നാദാ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സങ്കടങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ ബറക്കത്തും ഖൈറും നൽകണേ അല്ലാ. എല്ലാ കാര്യങ്ങളും റാഹത്തിലും വിജയത്തിലുമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ല. നിങ്ങൾക്കറിയുന്നവരിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജ്‌ലിസ് എത്താൻ കാരണമാണ്. അള്ളാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ റമളാൻ 1 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ, സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ സവാബിന്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ റമളാൻ 1 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നരകത്തിൽ നിന്നും മോചനം നൽകപ്പെടുന്ന വിഭാഗത്തിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഭൗതികവും ഉഖ്റവിയുമായ കാര്യങ്ങൾ നീ റാഹത്തിലും സന്തോഷത്തിലും വിജയത്തിലുമാക്കി തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസം അല്ലാഹുവിൽ നിന്നുള്ള ഹിഫ്ള് ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഷർറിൽ നിന്നും ഷർറുകാരിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. ഷർറായ എല്ലാ ഖളാഇനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് വിശുദ്ധമായ റമളാനിന്റെ 1ാമത്തെ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാവരും സ്ക്രീനിൽ നോക്കിയിട്ട് കൂടെ പ്രാർത്ഥിച്ചോളൂ. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. അല്ലാഹുമ്മ ജഅൽ സിയാമി ഫീഹി സിയാമസ് സായിമീൻ വഖിയാമി ഫീഹി ഖിയാമൽ ഖായിമീൻ വനബ്ബിഹ്നി ഫീഹി അൻ നൗമത്തിൽ ഗാഫിലീൻ وهب لي جرمي فيه يا إله العالمين واعف عني يا عافيا عن المجرمين
അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് റമളാനിന്റെ എല്ലാ ദിവസത്തിലും ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 4 വാചകങ്ങളുള്ള ദിക്ർ. ശ്രേഷ്ഠമായ ദിക്റാണ്, അർത്ഥവത്തായ ദിക്റാണ്. റമളാനിന്റെ 30 ദിവസവും ഒരു ദിവസവും മുടങ്ങാതെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണ്. ശ്രേഷ്ഠമായ ആ 4 വാചകങ്ങൾ അടങ്ങിയ ദിക്ർ 33 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. സ്വീകരിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചൊല്ലിയ ദിക്റിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവല്ലാതെ യഥാർത്ഥ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, എനിക്ക് നീ പൊറുത്തു തരണേ. നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു അല്ലാ. നിന്നോട് ഞാൻ നരകത്തെ തൊട്ട് കാവൽ തേടുന്നു അല്ലാ. വിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഈ പ്രാർത്ഥന, ഈ ദിക്ർ നാം ചൊല്ലുമ്പോൾ അല്ലാഹു നമ്മിൽ നിന്നത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റമദാന് ധന്യമായില്ലേ. റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നാം ഉള്ളത് റമളാനിന്റെ ആദ്യത്തെ 10 റമളാനിന്റെ ആദ്യത്തെ 10 അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 10 അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്ന 10 ധാരാളമായിട്ട് റബ്ബിനോട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കേണ്ട 10 ആയതിനാൽ ഈ 10 ചൊല്ലേണ്ട, പ്രത്യേകമായി ചൊല്ലേണ്ട ശ്രേഷ്ഠമായ ദിക്ർ 100 തവണ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم ارحمني يا أرحم الراحمين. 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 اللهم ارحمني يا أرحم الراحمين.
اللهم ارحمني يا أرحم الراحمين 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 റഹ്മത്ത് അല്ലാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുന്ന ഈ പത്തില് കാരുണ്യവാനിൽ ഏറ്റവും കരുണ ചെയ്യുന്ന അല്ലാഹ് ഞങ്ങളോട് നീ കരുണ ചെയ്യണേ റബ്ബേ. നിന്റെ റഹ്മത്ത് ഞങ്ങളുടെ മേൽ നീ വർഷിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിച്ച് തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ തീർത്ത് തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇഷ്ടമായ റമളാനിൻ്റെ ശ്രേഷ്ഠമായ ഇന്നത്തെ ദിനത്തിൽ ചൊല്ലേണ്ട ശ്രേഷ്ഠമായ ദിക്റുകൾ 70 തവണ വീതം ചെല്ലാം. അല്ലാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം അല്ലാഹു നൽകട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ടവരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള്, ടെൻഷനുകള്, ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ അഫ്ളലു ദിക്ർ കബൂലാക്കണേ. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാൻ പൂർണ്ണമാക്കണേ. മരിക്കുന്ന സമയത്ത് അഫ്ളലു ദിക്ർ ചൊല്ലി പൂർണ്ണ മുഅ്മിനായി സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. റമളാൻ ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. റമളാൻ ഒരു മനുഷ്യനിക്ക് ലഭിച്ചിട്ട് അവന്റെ ദോഷങ്ങൾ പൊറുപ്പിക്കാതെയാണ് റമളാൻ അവനോട് വിട പറയുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മനസ്സിൽ തൊട്ടുകൊണ്ട് ചൊല്ലിക്കോളൂ, റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന നിയ്യത്തോടെ 70 തവണ ഇസ്തിഗ്ഫാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വീകരിക്കണേ അല്ലാഹ്. റമളാനിന്റെ ശ്രേഷ്ഠമായ ഈ പകലിൽ 70 തവണ ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി. ഹബീബായ തങ്ങൾ ദിവസവും 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു. റബ്ബേ, ഞങ്ങൾക്കൊക്കെ പുറത്തു തരണേ, ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ,
ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ ഇണക്ക് പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. 21 തവണ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പാരായണം ചെയ്യാം. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഒരു ഖത്മ് തീർത്ത കൂലി അല്ലാഹു അവനിക്ക് നൽകും. അതും വിശുദ്ധ റമളാനിലാകുമ്പോൾ ഇരട്ടിയാണ് ലഭിക്കുന്നത്. 21 തവണ നമ്മൾ ഓതുമ്പോൾ 7 ഖത്മ് തീർത്തതിനോട് തുല്യമാണ്. റബ്ബ് നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഇഖ്ലാസിന്റെ ബർക്കത്ത് കൊണ്ട് ഭൗതികവും ഉഖ്റവിയുമായ എല്ലാ നേട്ടങ്ങളും വിജയവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സ്വീകരിക്കണേ റബ്ബേ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ ഇണയുടെയും കുടുംബത്തിൻ്റെയും മനസ്സുകളെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണേ അല്ലാ. മനസ്സിലെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് നമ്മുടെ എല്ലാമായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 70 തവണ സ്വലാത്ത് ചൊല്ലാം. റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു സദസ്സ് നമുക്കുണ്ടാവാൻ പാടില്ലല്ലോ.
അവിടുന്നാണല്ലോ നമ്മുടെ എല്ലാത്തിനും കാരണക്കാർ. അല്ലാഹുവേ, ഹബീബായ തങ്ങളോട് മഹബത്ത് ഞങ്ങളുടെ മനസ്സിലേറ്റി തരണേ. അവിടുത്തെ കാണാനും ഒരുപാട് തവണ മദീനയിൽ ചെല്ലാനും റൗള സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ റബ്ബേ. അതിനുള്ള എല്ലാ കഴിവും തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. വിശുദ്ധമായ റമളാൻ മാസമാണ്. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മാസമാണ്. അള്ളാഹുവിനോട് തേടുന്നത്, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഭൗതികവും ഉഖ്റവിയുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് നമുക്ക് പറയാം. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولأساتذتنا ولمشايخنا ولأزواجنا ولذرياتنا ولأقربائنا ولمن أعاننا ولمن أوصانا بالدعاء ولمن ماتوا منا ولجميع المؤمنين والمؤمنات. اللهم اجعل هذا الشهر الشريف العظيم مبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار. اللهم اجعلنا من عتقاء شهر رمضان. اللهم اجعلنا من أمناء شهر رمضان. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതെല്ലാം സ്വീകരിക്കണേ. ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്കും എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ഹളറത്തിലേക്കും എല്ലാ ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്കും ഇതിന്റെ സവാബിന്റെ മിസിലെത്തിക്കണേ. അവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ. അവരുടെ മദദും നുസുറത്തും കാവലും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ബദരീങ്ങളുടെ ഹളറത്തിലേക്കും പ്രത്യേകമായി എത്തിച്ചു കൊടുക്കണേ. ബദരീങ്ങളുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കപ്പെടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ റഹ്മാനേ. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് റമളാനിൽ. അല്ലാഹ് ഓരോ ദിവസത്തിലും ആ കൂട്ടത്തിൽ ഞങ്ങളുടെയും അർവാഹുകളെ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളും പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, ഏതൊരു കാര്യം പറഞ്ഞിട്ടാണ് അവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത് എന്ന് നിനക്ക് വ്യക്തമായി അറിയാമല്ലോ പടച്ചോനെ. അവരുടെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ, പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പലരും പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനകളെ കൊണ്ട് വേദന കാരണമായിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ ഷാഫിയായ അല്ലാ. വേദനകളൊക്കെ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ഞങ്ങൾക്ക് തന്ന എല്ലാ അവയവത്തിലും ആഫിയത്ത് നൽകണേ, ഖുവ്വത്ത് നൽകണേ അല്ലാ.
വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഖത്മ തീർക്കാൻ ഭാഗ്യം നൽകണേ. എല്ലാ ദിവസവും തറാവീഹ് നിസ്കരിക്കാൻ ഭാഗ്യം നൽകണേ. പടച്ചവനെ, സുന്നത്തായ കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ ഭാഗ്യം നൽകണേ. ദിക്റുകളും ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്തൊക്കെ ചെല്ലാൻ ഭാഗ്യം നൽകണേ. അല്ലാ, ശാകിരീങ്ങളിലും ദാകിരീങ്ങളിലും ഞങ്ങളെ ചേർക്കണേ റബ്ബേ. നിന്റെ റിക്കാർഡിൽ വിജയികളിൽ ഞങ്ങളെ പേര് എഴുതണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പേര് പരാജിതരുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ റബ്ബേ, ഈ നിമിഷം നീ അത് മായ്ച്ചു കളയണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നിന്റെ പൊരുത്തത്തിനും ത്വാഅത്തിലുമായി ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. മാരക രോഗങ്ങളൊന്നും ഞങ്ങൾക്കാർക്കും തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. വീടില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. പലരും സങ്കടത്തോടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നാഥാ, അവർക്കൊക്കെ ഖൈറായ വീട് പെട്ടെന്ന് നൽകണേ. വിവാഹ പ്രായമെത്തിയിട്ടും കല്യാണം ശരിയാവാത്ത ഒരുപാട് പേരുണ്ട് റബ്ബേ. സങ്കടത്തോടെ മാതാപിതാക്കൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ സങ്കടം തീർത്തു കൊടുക്കണേ. ഖൈറായ ഒരു ബന്ധം എത്രയും പെട്ടെന്ന് അവർക്കൊക്കെ നൽകണേ. കുട്ടികളില്ലാത്തവരുണ്ട് റബ്ബേ. സ്വലീഹങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വർഷങ്ങളായി കുട്ടികളില്ലാതെ ഇപ്പോൾ ഗർഭിണികളായ സഹോദരിമാരുണ്ട് റബ്ബേ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഗർഭം നിലനിർത്തി കൊടുക്കണേ. സ്വലീഹങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ. ഖൈറായ ജോലി പെട്ടെന്ന് നൽകണേ. ഉള്ള ജോലിയിലുള്ള സങ്കടപ്പെടുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, നിയമ തടസ്സം നേരിടുന്നവരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചോനെ, മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ. ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷകൾ, സ്കൂളിലെ പരീക്ഷകളൊക്കെ അടുത്ത് വരികയാണ്. SSLC പരീക്ഷയും +2 പരീക്ഷയും. അല്ലാഹുവേ, അവർക്കൊക്കെ ആ പരീക്ഷയിൽ ഉന്നത വിജയം നൽകണേ. പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടാക്കണേ. നല്ല ഓർമ്മശക്തി നൽകണേ. സ്വലിഹായ ബുദ്ധി നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ. ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് നൽകണേ. ശാന്തതയുള്ള സകീനത്തുള്ള വീടുകളായി ഞങ്ങളുടെ വീടുകളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ശിഷ്യന്മാരെയും ഞങ്ങളെ മക്കളെയൊക്കെ നീ ഖൈറിന്റെ അഹ്ലികാരിൽ പെടുത്തണേ. അവരിൽ നിന്ന് ഖുർറത്ത് ഐനി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم آمين.